ആകാശവാണി ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സമസ്ത മേഖലകളിലും ഇന്ത്യ മുന്നേറുമ്പോൾ അതിൽ ബഹിരാകാശ മേഖലയുടെ വളർച്ച എടുത്തു പറയേണ്ടതാണ്. ചന്ദ്രയാൻ 3, ആദിത്യ L1 ദൌത്യങ്ങളും ഏറ്റവും ഒടുവിൽ നാസയുടെ ആക്സിയം 4 ദൌത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ യാത്രയുമെല്ലാം ഈ വളർച്ചയുടെ ചുവടുവയ്പ്പുകളാണ്. ഇന്ത്യ ചന്ദ്രനിൽ പേടകമിറക്കി സാങ്കേതിക കരുത്ത് തെളിയിച്ചിട്ട് 2 വർഷം പൂർത്തിയാകുന്നു. ഈ അഭിമാന ദൌത്യത്തിന്റെ വിജയസ്മരണ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പ്രധാന ആഘോഷ ചടങ്ങുകൾ നടന്നത്. 2023 ജൂലൈ 14 ISRO വികസിപ്പിച്ചെടുത്ത ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4 റോക്കറ്റ് ശ്രീഹരിക്കോട്ട ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്രയാൻ 3 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 ചരിത്രം കുറിച്ച് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അതോടെ ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറി. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം പരാമർശിച്ചിരുന്നു. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ പ്രത്യേകം പരാമർശിച്ചിരുന്നു. തദ്ദേശീയ ബഹിരാകാശ ശേഷിയുടെ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗഗൻയാൻ ദൌത്യത്തിനായി ഇന്ത്യ തയ്യാറെടുക്കുന്നതായും ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ബഹിരാകാശ പര്യവേക്ഷണം, നൂതന ബഹിരാകാശ ഗവേഷണം എന്നിവയിൽ 300-ലധികം സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. हम स्पेस में भी अपने दम पर आत्मनिर्भर भारत गगनयान की तैयारी कर रहे हैं. हम अपने बलबूते पर हमारा अपना स्पेस स्टेशन बनाने की दिशा में काम कर रहे हैं. मुझे बहुत गर्व होगा. मेरे देश के 300 से ज्यादा स्टार्टअप्स आप सिर्फ और सिर्फ स्पेस सेक्टर में काम कर रहे हैं. ആക്സിയം ദൌത്യത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ വരാനിരിക്കുന്ന ബഹിരാകാശ ദൌത്യങ്ങളിൽ പ്രയോജനപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര മാനവരാശിക്ക് മാത്രമല്ല ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിനും ഗുണകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Our space missions are much cost effective compared to the counterpart missions elsewhere. Over here we just spent out 500 to 600 crore even in this mission, and it was one of the most beautiful examples of the public private participation, four party. Our Chandrayaan was just about 600, not even 1/3 or 1/4 of what the other counterpart missions. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ അനന്ത സാധ്യതകൾ വരെ എന്നതാണ് 2ാമത് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബഹിരാകാശ മേഖലയിൽ രാജ്യം അഭൂതപൂർവമായ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചതായി ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ISRO ഇതിനോടകം നിരവധി മികച്ച ദൌത്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബഹിരാകാശ വ്യവസായത്തിൽ മുന്നേറ്റം കൈവരിച്ചതായും 10 വർഷത്തിനിടെ 300ഓളം സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. The theme of this year is Aryabhatta to Gaganyaan and Ancient Wisdom to Infinite Possibilities. You all know Aryabhatta was the first satellite which was built by India and launched in the year 1975 on 19th April. We have completed just 50 years, and this year we are going to accomplish the first uncrewed Gaganyaan mission. Indian space program has become a vibrant program serving the common man of the country in multiple domains. Let all of us together celebrate the National Space Day 2025. When it comes to Honorable Prime Minister of our country, he is a different person with great tangential thinking. The vision, direction given by him
Based on his vision, we are going to have a Chandrayaan 4 mission. We are going to have a Venus orbiter mission. We are going to have a space station called BAS. By 2035, India will have a space station on its own, and the first module will be lifted off by 2028. And he has given approval for a NGLV, next generation launcher, and next generation. നേടിയെടുത്ത അറിവിനേക്കാൾ വലിയ അനുഭവമായിരുന്നു ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതെന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല പറഞ്ഞു. ആക്സിയം ദൌത്യത്തിൽ നിന്ന് ലഭിച്ച വിലയേറിയ അറിവ് ഇന്ത്യയുടെ ഭാവി ഗഗൻയാൻ ദൌത്യത്തിലും ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കുന്നതിലും പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു. I would like to thank people who have made this mission possible, and there are multiple layers to this, not just one person. I was thanking the government of India. The Axiom 4 mission was a mission to the International Space Station, so we were flying on top of the Falcon 9 vehicle in the Crew Dragon and to the International Space Station for a period of 2 weeks, and thereafter coming back. The launch was from Cape Canaveral, Florida, and recovery was off the coast of San Diego in the Pacific Ocean. ബഹിരാകാശ പര്യവേഷണത്തിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് രാജ്യമൊട്ടാകെ അവബോധം വളർത്തുക, ശാസ്ത്രത്തെ ഒരു കരിയറായി മാത്രം കാണാതെ സംസ്കാരത്തിൽ വേരൂന്നിയ വിജ്ഞാന ശാഖയായി കാണാൻ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതെല്ലാം ഈ വർഷത്തെ പ്രമേയം ലക്ഷ്യമിടുന്നു. രാജ്യത്തെ 7 മേഖലകളായി തിരിച്ചാണ് ബഹിരാകാശ ദിനാഘോഷ പരിപാടികൾ നടന്നത്. കേരളവും മാഹിയും ലക്ഷദ്വീപും ഉൾപ്പെടുന്ന മേഖലയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഏകദിന ശില്പശാല, മത്സരങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവയും VSSCയിൽ ഓപ്പൺ ഹൌസ് പരിപാടിയിലൂടെ റോക്കറ്റ് വിക്ഷേപണം കാണുന്നതിനും സ്പേസ് മ്യൂസിയം സന്ദർശിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമത് ദേശീയ ബഹിരാകാശ ദിനത്തെക്കുറിച്ച് VSSC ഡയറക്ടർ ഡോക്ടർ A. രാജരാജൻ. ഈ വർഷം ആഗസ്റ്റ് 23-ന് രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനത്തോട് അനുബന്ധിച്ചു ബഹിരാകാശ വകുപ്പ് വിപുലമായ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് 7 സോൺസ് രൂപീകരിച്ചു. അതിൽ സോൺ 7 കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലെ പരിപാടികൾ VSSC, LPSC, IISU, IIST എന്ന ISRO കേന്ദ്രങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്നു. ഏകദിന വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കാസർഗോഡും മാഹിയിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കുന്നു. ലോഞ്ച് വെഹിക്കിൾ മോഡൽസ്, സാറ്റലൈറ്റ് മോഡൽസ്, പോസ്റ്റേഴ്സ്, ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങൾ, ഭാവി പദ്ധതികൾ എന്നിവയെല്ലാം പ്രദർശനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും നടത്തി ദേശീയ ബഹിരാകാശ ദിനത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ ഇത്തവണത്തെ പ്രമേയം ഉൾപ്പെടുത്തി ISROയുടെ നേട്ടങ്ങളെപ്പറ്റിയും ഭാവി പദ്ധതികളെക്കുറിച്ചുമുള്ള ഡോക്യുമെന്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയിട്ടുണ്ട്. ഫ്ലാഷ് മോബ്, സെൽഫി പോയിന്റുകൾ, റേഡിയോ, ടെലിവിഷൻ പരിപാടികൾ, സിനിമാ തിയേറ്ററുകളുടെ പ്രൊമോഷണൽ വീഡിയോ എന്നിവ ഉണ്ടാകും. ബഹിരാകാശ ശാസ്ത്ര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ അഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല IISTയിൽ നിന്നുള്ള 1500-ലേറെ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ ഇതിനകം ISROയുടെ വിവിധ അഭിമാന ദൌത്യങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതായും കൂടുതൽ പെൺകുട്ടികൾ ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ പഠനം നടത്താൻ മുന്നോട്ട് വരണമെന്നും പറയുകയാണ് തിരുവനന്തപുരം IISTയിലെ 3ാം വർഷ BTech വിദ്യാർത്ഥിനി പവിത്ര. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ നടക്കുന്ന ഓരോ നേട്ടവും, എസ്പെഷ്യലി ചന്ദ്രയാൻ 3, ആക്സിയം 4 പോലുള്ള റീസെന്റ് മിഷൻസ് ഞങ്ങളെപ്പോലുള്ള IIST വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ്. ആക്സിയം 4-ലുണ്ടായ പേലോഡ്സിലൊന്നായ പ്രോപ്സീഡ്സ് ഓൺ ISS എക്സ്പെരിമെന്റിൽ IISTന്റെ പങ്കാളിത്തവും അതിൽ എന്റെ കെമിസ്ട്രി പ്രൊഫസറിന്റെ കോൺട്രിബ്യൂഷനും പേഴ്സണലി എനിക്ക് ഏറെ ഇൻസ്പയറിംഗ് ആയിരുന്നു. IISTയിൽ ഗ്രേറ്റ് സയന്റിസ്റ്റിനോടൊപ്പം പഠിക്കാനും കിട്ടിയ ഈ പ്രിവിലേജിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇവിടെ നിരവധി ലാബ്സും ഫെസിലിറ്റീസും ഉണ്ട്. സ്മോൾ സ്പേസ് ക്രാഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് പേലോഡ് സെന്റർ ലാബിൽ വിദ്യാർത്ഥികൾ തന്നെ സാറ്റലൈറ്റ്സും ക്യൂബ്സാറ്റ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന പ്രോജക്ട്സ് ഗിവ് us a feeling that we are already one step closer to space.
എനിക്ക് ബാംഗ്ലൂരിലെ UR റാവ് സാറ്റലൈറ്റ് സെന്ററിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി. ആ സമയത്ത് അവിടുത്തെ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ്, പിന്നെ ഗഗൻയാൻ G1 ക്രൂ മോഡ്യൂൾ, അതായത് ഗഗൻയാൻ മിഷനിലെ അൺക്രൂഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് മോഡ്യൂൾ കാണാനും കഴിഞ്ഞു. പെൺകുട്ടികൾ സ്പേസ് റിസർച്ച് പോലുള്ള ചാലഞ്ചിങ് ഫീൽഡ്സിലേക്ക് ധൈര്യത്തോടെ കടന്നു വരണം എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇൻ സയൻസ്, ടെക്നോളജി ആൻഡ് റിസർച്ച് what matters is not gender, but നിങ്ങളുടെ പാഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് മാത്രമാണ്. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകൾ മുതൽ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം വരെ രാജ്യം മുന്നേറുമ്പോൾ ബഹിരാകാശ രംഗത്തെ നേട്ടം ഇവയ്ക്കെല്ലാം മാറ്റുകൂട്ടുന്നു. അറിവ് നേടുകയും അത് വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുന്നേറ്റമെന്ന് കണക്കാക്കാൻ സാധിക്കൂ. അമ്പിളിയമ്മാവനെ നോക്കി ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ചന്ദ്രനിൽ നിന്ന് ഭൂമിയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ സാധിക്കുന്ന കാലം വിദൂരമല്ല. നിങ്ങൾ കേട്ടത് ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയൽ. അവതരണം കൃഷ്ണ പ്രകൃതി.